നമുക്കൊരിക്കലും ഒരാളെ വിലക്ക് മേടിക്കാൻ സാധിക്കില്ല. നമുക്കൊരാളെ സ്നേഹിക്കാം, അവരുടെ സ്നേഹം നമുക്കെടുക്കാം. പക്ഷേ നമ്മൾ ഒരിക്കലും അയാളെ നമ്മുടേത് മാത്രമാക്കി ഒരു സർക്കിളിനകത്ത് നിർത്താൻ ശ്രമിച്ചാൽ അത് തീർച്ചയായും ആ ബന്ധത്തെ തകർക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരിലൊക്കെ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഭർത്താക്കന്മാർ എപ്പോഴും ഭാര്യമാർ അവർക്കുള്ളിൽ മാത്രം ഒതുക്കാൻ വേണ്ടി കഷ്ടപ്പെടും. എന്ന് വെച്ചാൽ സ്നേഹം കൂടുതൽ കൊണ്ടാണ്, അവരുടെ പൊസസീവ്നെസ്സോ മറ്റെന്തോ ആവട്ടെ, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അത് മിക്കവാറും എന്തിലെത്തിപ്പെടാറുണ്ട്? ആ ബന്ധം വളരെ മോശമാകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ ഒരു ഇൻഡിവിജ്വൽ ആണെന്നും ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നും തിരിച്ചറിഞ്ഞ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് എല്ലാവർക്കും കൊടുക്കുക. തിരിച്ചാണെങ്കിലും അതെ, ഒരു ഭാര്യയുടെ കേസ് വരുമ്പോൾ ഭർത്താക്കന്മാർ പൊതുവെ ഒരു ഭാര്യമാരെ അവരുടെ വീട്ടിൽ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ട, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളായിട്ട് മാത്രം കാണാതെ അവരൊരു ഹ്യൂമൻ ബീയിങ് ആണെന്നും ഒരു ഇൻഡിവിജ്വൽ ആണെന്നും അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവർക്കൊരു വാല്യൂവും മൂല്യവും ഒക്കെ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം നമ്മളെല്ലാവരും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് ആഗ്രഹിക്കുന്നവരാണ്. നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറേ ആഗ്രഹങ്ങളും നമ്മുടേതായിട്ടുള്ള കുറേ സ്വപ്നങ്ങളും എല്ലാം ഉള്ളവരാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി പരസ്പരം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.